ഇതെങ്ങനെ ഇറങ്ങും? എന്നാ അവിടെ ഇരുന്നോ, ഞാൻ കയറി പൊക്കോളാം. അമ്മ ഇത് തോട്ടിലൊന്ന് കഴുകി കൊണ്ടുപോകാം. ഇവിടെ കുറേ ആദ്യം കിടപ്പുണ്ടല്ലോ. പയ്യെ ഇറങ്ങുന്നത് അവിടെ ചെളിയാ. ഇവിടെ എക്കല് കയറിയിട്ടേ നട മൊത്തം മൂടിപ്പോയത്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതെ ഇവിടെ കണ്ടോ, ഇവിടെ വരെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇതാ വലിയ മഴയൊക്കെ എക്കല് കയറി അടിഞ്ഞ് ഇങ്ങനെ നല്ല തണുത്തുള്ളൂ. സൂപ്പർ. കഴുകി എടുത്തോണ്ട് പോകാം. നല്ല വെള്ളമല്ല. തേങ്ങയും കൂടെ ചാടിയിട്ടുണ്ടോ? ചേർന്നൂടെ എടുത്തോണ്ട് പോകാം. ഒരു വാഴക്കൊല നോക്ക് പൊട്ടി നിൽപ്പുണ്ട്, അതോടെ വെട്ടിക്കൊണ്ട് പോകാം. കദളിക്കൊലയായിരുന്നു, അതത്ര നല്ല കൊലയല്ല. എന്നാലും കാ മൊത്തം പൊട്ടി വച്ചേ കുറച്ച് കായ കൊള്ളുന്നുള്ളൂ. കദളിയാ, ചെറിയൊരു പേട്ടുവാഴയായിരുന്നു, അതാ. സ്ക്വാഷ് ഉണ്ടാക്കാനാ ഈ പാഷാമ്പരട്ട് വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നേക്കാളും നല്ലത് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് സ്ക്വാഷായിട്ട് കുടിക്കുന്നതാണ് നല്ലത്. സ്ക്വാഷ് ഉണ്ടാക്കി നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൻ്റെ നീര് ശരിക്കും പിഴിഞ്ഞെടുത്തിട്ട് പഞ്ചസാര ഇട്ട് തിളപ്പിക്കണം. ഈ തിളപ്പിച്ചതിൻ്റെ വെള്ളം, ഒരു ചെറിയ വെള്ളമുണ്ട് ഇതിന്. ആ വെള്ളം പറ്റി കഴിഞ്ഞ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് ആറിയിട്ട് നമ്മൾ നല്ലൊരു ടിന്നിന് ചില്ലിൻ്റെയോ എന്തെങ്കിലും കുപ്പിക്കകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് സ്ക്വാഷ് കൂട്ടുന്ന പോലെ കുറച്ചെടുത്ത് ഒഴിച്ചിട്ട് വെള്ളവും കൂട്ടി കുടിക്കാൻ പറ്റും. ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഇത് പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളയ്ക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറേ പറ്റിയിട്ടുമുണ്ട്. ഒരു ചെറിയൊരു കൊഴുപ്പായിട്ടുണ്ട്, കണ്ടോ? നല്ലപോലെ പഞ്ചസാര ചേർന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓഫാക്കാം. 2-3 മിനിറ്റ് തിളപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ശരിക്കും. ഇനി നമുക്ക് എത്ര നാൾ വേണേലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പം കുറേശ്ശെ എടുക്കുക, വെള്ളം കൂട്ടുക, കുടിക്കുക. ഇതാണ് യഥാർത്ഥ ഇതിൻ്റെ പഴുപ്പ്. നീര് മാത്രമാണ്. നല്ല കളറല്ലേ? ഇത് കൂട്ടെടുത്ത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതാണ് നമ്മൾ സ്ക്വാഷായിട്ട് കുടിക്കേണ്ടത്.